ഞങ്ങളുടെ ഗ്രാജുവേഷൻ ആണ്. ഹലോ, ഇന്ന് എൻ്റെ ഗ്രാജുവേഷൻ ഡേ ആണ്. അപ്പം ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും ഗ്രാജുവേഷൻ അറ്റയറൊക്കെ ഇട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഉച്ച കഴിഞ്ഞ് ഒരു 3 മണിക്കൊക്കെ ഇറങ്ങി. നമുക്ക് ഗ്രാജുവേഷൻ ഉണ്ടായിരുന്നത് 6 o'clock നേരെ ഞങ്ങൾ ചെയ്യുന്നത് യൂണിവേഴ്സിറ്റിയുടെ തൊട്ടടുത്ത് ഒരു 45 minute വാക്ക് കഴിഞ്ഞിട്ട് നമുക്കൊരു കത്തീഡ്രൽ ഉണ്ട്. ഈ കത്തീഡ്രലിലാണ് എപ്പോഴും ഈ ഗ്രാജുവേഷൻ നടക്കാറ്. കത്തീഡ്രലിന്റെ തൊട്ടപ്പുറത്തായിട്ട് ഈ ഗൗൺ ഹയറിങ്ങിനുള്ള ടെന്റ് ആയിരുന്നു. നമുക്ക് ദേ ഇങ്ങനെ സീറ്റ് നമ്പർ ഒക്കെ തന്നു ആദ്യം ചെന്നപ്പോൾ തന്നെ. എന്റെ ബെസ്റ്റ് ബെഡ് ദിൽജുവിനെ കണ്ടപ്പോഴുള്ള ആഹ്ലാദ പ്രകടനമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഒന്നിച്ചാണ് നാട്ടിൽ നിന്ന് UK പ്ലാൻ ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഗൗൺ ഹയറിങ്ങിന്റെ സമയത്ത് നമ്മൾ ഒന്നിച്ച് വന്നത് ഭയങ്കര കോയിൻസിഡൻസ് ആയിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് അത് ഭയങ്കര ഒരു ഹാപ്പി മൊമെന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അവർ ഗൗൺ ഇടിപ്പിക്കുന്ന വീഡിയോ വേണമെന്ന് എനിക്ക് പണ്ട് മുതൽ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വീഡിയോ എടുക്കുന്നെന്ന് അവർ ശ്രദ്ധിച്ചപ്പോൾ പിന്നെ അവർ കൊളീഗ്സ് തന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നോന്നൊക്കെ പറഞ്ഞ് ആ മൊത്തം വീഡിയോ എനിക്ക് കിട്ടി. ഞാൻ ഇങ്ങനെ കുറേ പേരുടെ വീഡിയോസിലൊക്കെ പണ്ട് കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഈ ഒരു മൊമെന്റ് എല്ലാവരും ഇങ്ങനെ ക്യാപ്ചർ ചെയ്യുന്നത്. അപ്പോൾ എനിക്കും തോന്നി അതൊരു സ്പെഷ്യലാണ്. കാരണം നമ്മൾ ഇത്രയും നാളും വർക്ക് ചെയ്ത അല്ലെങ്കിൽ നമ്മുടെ ആ ഇത്രയും നാളത്തെ ഒരു ഹാർഡ് വർക്കിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു അവസാന ദിവസമാണല്ലോ ഇത്. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ മൊമെന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗൗണും ഹാറ്റും ഈ ഷോൾഡറിലിടുന്ന ഈ ഒരു സംഭവങ്ങളും എല്ലാം ഞാനത് കറക്റ്റായിട്ട് എൻജോയ് ചെയ്തു ആ മൊമെന്റ്. അതവർ ഇങ്ങനെ ഷോൾഡറിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കുക ചെയ്യുന്നത്. അപ്പം നമ്മുടെ അടുത്ത് പറയുന്നുണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വലിച്ചിട്ടോളം. ഗ്രാജുവേഷൻ ഹാറ്റും കൂടെ വെച്ച് തന്നു. അവരുടെ അടുത്ത് നമ്മൾ താങ്ക് യു ഒക്കെ പറഞ്ഞ് വിശേഷമൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മളൊരു ഗസ്റ്റ് ടിക്കറ്റ് എടുക്കാൻ ചെറിയൊരു ക്യൂവിൽ നിന്നു. പിന്നെ നമ്മൾ നേരെ പുറത്തിറങ്ങി കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. കാൻഡിഡ്സ് ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നു, വർത്തമാനം പറയുന്നു, എന്തൊക്കെയോ കിടന്ന് കാണിക്കുന്നു. കാരണം എല്ലാവർക്കും ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട്, അതുപോലെ തന്നെ എല്ലാവരും എക്സൈറ്റഡും ആണ്. ഫോട്ടോ സെഷൻ കുറച്ച് നീണ്ടുപോയി. പിന്നെ നമ്മൾ നോക്കിയപ്പോൾ അവിടെ ആരും കാണുന്നില്ല. പിന്നെ നമ്മൾ സമയം കളഞ്ഞില്ല, വേഗം കത്തീഡ്രലിൻ്റെ അങ്ങോട്ട് പോയി. പേരൊക്കെ അവിടെ ചെന്നപ്പോഴാണ് കണ്ടേ. കാരണം ലേറ്റായി വന്നവരുണ്ടായിരുന്നു, അതുപോലെ ഞങ്ങളുടെ വേറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഗ്രാജുവേഷൻ ആണ്. ടിക്കറ്റ് ഇല്ല എന്നാണെങ്കിൽ ഈ ടിക്കറ്റ് കയറി പിടിച്ചോ. ആ ഇവിടെയൊക്കെ കൊള്ളാട്ടോ. ഇവിടെ കുറേ ഗസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ സ്റ്റുഡൻസ് ഗ്രാജുവേറ്റ്സ് എല്ലാവരും ലെഫ്റ്റ് സൈഡിലും ഇങ്ങനെ അവർ തന്ന ആ ഒരു സീറ്റ് നമ്പർ അനുസരിച്ചാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. ഇതിപ്പം ഗസ്റ്റ് ഇരിക്കുന്ന ഭാഗത്തു നിന്നുള്ളൊരു വ്യൂ ആണ്. അപ്പം നമ്മുടെ നാട്ടിലെ ഗ്രാജുവേഷനൊക്കെ എനിക്ക് ഓർമ്മ വന്നു. അന്ന് അച്ഛനും അമ്മയും ആണ് നമ്മുടെ കൂടെ ഗസ്റ്റ് ആയിട്ടുള്ളത്. ഇന്ന് ഇവിടെ ഗസ്റ്റായിട്ട് എനിക്ക് ആകെ ഈ വീഡിയോ ഫോട്ടോ എടുത്ത് തന്ന വിവേകേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരുപാട് വലിച്ചു നീട്ടിയ സ്പീച്ചും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് തന്നെ നമുക്ക് ഗ്രാജുവേറ്റ്സിന് എല്ലാവർക്കും വേണ്ടി ബെസ്റ്റ് വിഷസ് ഒക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ് ഒഫീഷ്യലായിട്ട് പരിപാടി സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. അപ്പം ആദ്യം വരുന്നത് നമ്മുടെ കോഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് സ്റ്റാഫൊക്കെ ഇതിനകത്തുണ്ടായിരുന്നു. പിന്നെ യൂണിവേഴ്സിറ്റി അതോറിറ്റീസിൽ വരുന്ന ആരൊക്കെയാണ് നമുക്ക് പരിചയമില്ലാത്ത ഒരുപാട് പേര് ഇതിനകത്തുണ്ടായിരുന്നു. പിന്നെ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന സ്റ്റാഫ്സും വൈസ് ചാൻസലേഴ്സ് അങ്ങനെ ടോപ്പിലിരിക്കുന്ന മെമ്പേഴ്സാണ് പിന്നെ വന്നത്. ഇവരെല്ലാവരും വന്ന് പോഡിയത്തിൽ ഒക്യുപ്പൈ ചെയ്തതിന് ശേഷമാണ് ഒഫീഷ്യലി ഗ്രാജുവേഷൻ്റെ പ്രോസസ്സ് തുടങ്ങിയത്. സീറ്റ് നമ്പർ അനുസരിച്ച് നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ട് ഒരുപാട് സ്റ്റാഫ് ഉണ്ടായിരുന്നു. നമ്മൾ കയറുന്നതിന് മുന്നേ നമ്മുടെ ഗൗണും അറ്റയറും ഹാറ്റും എല്ലാം കറക്റ്റാണോ നോക്കാനൊക്കെ. അങ്ങനെ ഇതാ അടുത്തത് ഞാൻ കയറുന്നതിൻ്റെ ഒരു ചെറിയൊരു ഗ്ലിംസ് വീഡിയോ ആണിത്. അങ്ങനെ ഒരുപാട് സന്തോഷം, എക്സൈറ്റ്മെൻറ്റ്, പെട്ടെന്ന് എന്ത് ചെയ്യണം എന്നറിയാത്ത പോലത്തെ ഒരു മൊമെൻറ്റ്. അങ്ങ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പം സന്തോഷമാണോ അതോ എന്തൊക്കെ ഇമോഷൻസ് ആയിരുന്നോ എന്ന് പറയാൻ പറ്റില്ല. ഇത് നമുക്ക് ഒരു ഗ്രാജുവേഷൻ്റെ ഒരു ടോക്കൺ ഓഫ് ലവ് പോലെ ഒരു ബുക്ക് തന്നിട്ടുണ്ടായിരുന്നു, 2024 എന്നും പറഞ്ഞിട്ട്. അതിൽ നമ്മുടെ നെയിമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒഫീഷ്യലായിട്ടും അങ്ങനെ ഗ്രാജുവേറ്റ്സ് ആയി. മാസ്റ്റേഴ്സ് ഇൻ കൺസ്ട്രക്ഷൻ പ്രൊജക്ട് മാനേജ്മെൻറ്റ് കുറച്ച് നാൾ മുന്നത്തെ വലിയൊരു ഡ്രീം അച്ചീവ് ചെയ്ത ഒരു മൊമെൻ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ഒഫീഷ്യലി മാസ്റ്റേഴ്സ് എടുത്തു. ഇനി പ്രോഗ്രാം കഴിയുമ്പോഴും ഇതുപോലെ ഈ വൈസ് ചാൻസലേഴ്സും എല്ലാ അതോറിറ്റി സ്റ്റാഫ്സും ഇതുപോലെ തന്നെ അവിടെ നിന്ന് പൊടിയത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നതും വിത്ത് മ്യൂസിക്. അതൊരു ഒഫീഷ്യൽ പ്രോഗ്രാമാണ്. ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു മൊമെൻറ്റിൽ എല്ലാ ഗസ്റ്റും
അത് ചിലപ്പോൾ പാരൻസ് ആയിരിക്കാം, സിസ്റ്റേഴ്സ് ആയിരിക്കാം, ബ്രദേഴ്സ്, അങ്ങനെ ഫ്രണ്ട്സ്, അങ്ങനെ എല്ലാവരും നമ്മുടെ എല്ലാ കൂടെ വന്നവരെയും നോക്കി ഇങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ഒരു മൊമെന്റ്. അപ്പം ഈ സ്റ്റാഫുകൾ ഇതുപോലെ സ്റ്റാഫ്സ് എല്ലാം ഇങ്ങനെ പോയിട്ട് അതിൻ്റെ പുറകിൽ നമ്മൾ ഗ്രാജുവേറ്റ്സ് ഡേ ഇതുപോലെ നടന്ന് അവരുടെ കൂടെയാണ് നമ്മൾ ഇറങ്ങി ഗ്രാജുവേറ്റ്സ് ആയി പുറത്തേക്ക് ഇറങ്ങുന്നത്. നെക്സ്റ്റ് നമ്മൾ നമ്മുടെ കോഴ്സ് ലീഡർ ആയിട്ടുള്ള ജോസഫ് സാറിൻ്റെ കൂടെ പിക്സ് ഒക്കെ എടുത്തു. സാറിനെ നമുക്ക് തുടക്കം തൊട്ട് അറിയാവുന്നതാണ്, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു സാറാണ്. അപ്പം നമ്മൾ എന്തായാലും കമ്പൽസറി ആയിട്ടും ഫോട്ടോ എടുക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നു. പിന്നെ ഈ ഹാറ്റിങ്ങിനെ പൊക്കി ഇടുന്ന അത് നമുക്കറിയാമല്ലോ, അതൊരു ഗ്രാജുവേഷൻ്റെ ഒരു ഭാഗമാണല്ലോ. അങ്ങനെ പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ അങ്ങോട്ട് പോയി. കാരണം നമുക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ അടുത്തുള്ള പിക്സ് വേണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ നമുക്കൊരു ഗ്രാജുവേഷൻ ടെൻറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് യൂണിവേഴ്സിറ്റിയുടെ വകയാണ്. അതായത് അവിടെ നമുക്കിങ്ങനെ കുറച്ച് ഡ്രിങ്ക്സ് ഉണ്ട്, അതുപോലെ ഇതുപോലെ കോംപ്ലിമെൻ്ററി ഫോട്ടോസ് എടുക്കാം. ഇത് ഫ്രീ ആണ്, നമുക്ക് ഒരാൾക്ക് 2 ഫോട്ടോ വെച്ചെടുക്കാം. അപ്പം നമ്മൾ ഇൻഡിവിജ്വലും അതുപോലെ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഫോട്ടോയാണ് എടുത്തത്. ഈ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഞാനിങ്ങനെ ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇതും നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. അതും ഒരു ഹാപ്പി മൊമെന്റ് ആയി അന്നേരം. കാരണം നമുക്ക് അറിയില്ലായിരുന്നു ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ഒക്കെ ഇവിടെ ഉണ്ടെന്ന്. ഇത് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് നമുക്ക് വലിയ സുഖമില്ലാത്ത ഒരു മൊമെൻ്റ് ആണ്. കാരണം എത്ര നേരം വെയർ ചെയ്ത് ഈ ഗ്രാജുവേഷൻ അറ്റയർ തിരിച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയായിരുന്നു ഇത്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഹാറ്റ് പൈസ കൊടുത്തിട്ട് വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ വെക്കാം. അത് എല്ലാ യൂണിവേഴ്സിറ്റിയിലും അങ്ങനെയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ നമ്മളത് മേടിച്ചില്ലായിരുന്നു, നമ്മളത് തിരിച്ചു കൊടുത്തു. സോ ദാറ്റ് വാസ് ആൻ എൻഡ്. ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ്ഫുൾ, ലവബിൾ, മെമ്മറബിൾ ഡേ ഇൻ മൈ ലൈഫ്. Aquila Papi.